ഞായറാഴ്ച രാവിലെയാണ്. എന്തായാലും എളുപ്പത്തിലുള്ള പ്രഭാത ഭക്ഷണം ഇഡ്ഡലി തന്നെയാണ്. അപ്പോൾ തലേ ദിവസം ഇഡ്ഡലി മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇഡ്ഡലി മാവും ഇഡ്ഡലി പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സമയം ലാഭിക്കാമല്ലോ, പാത്രമൊക്കെ എടുത്ത് സമയം കളയണം നേരം കൊണ്ട്. അതുപോലെ ഇഡ്ഡലിക്ക് കൂട്ടായിട്ട് സാമ്പാറാണ്. അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പിനുള്ള പരിപ്പ് പാത്രം അവിടെ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ആ പരിപ്പെടുത്ത് വെള്ളത്തിലിട്ട് പിന്നെ ഇഡ്ഡലി മാവ് ഇഡ്ഡലി തട്ടിൽ കോരി ഒഴിച്ച് ഇഡ്ഡലി അടുപ്പത്ത് വെച്ച്. ഇനി അടുത്ത പണി അതുപോലെ ചോറ് വെക്കാനുള്ള അരി ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വെക്കും. ഇങ്ങനെ എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് നമുക്കിങ്ങനെ വന്നോളൂല്ല മനസ്സിൽ. അപ്പം അരി കഴുകി വെച്ച് പിന്നെ പരിപ്പ് കഴുകി കുക്കറിലിട്ട് അത് അടുപ്പത്ത് വെച്ച്. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് കാര്യങ്ങൾ തലേദിവസം രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതായത് നമുക്ക് ഇന്ന് ക്യാബേജ് തോരൻ ഉണ്ടാക്കണം. അപ്പോൾ ക്യാബേജ് അരിഞ്ഞ് വെച്ചിരുന്ന് പിന്നെ അതിന് വേണ്ടുന്നത് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം നന്നാക്കി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച്. അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി വെന്ത്. അപ്പോൾ ഇഡ്ഡലി മാറ്റി വെച്ച്. ഇനി അടുത്ത പരിപാടി ചായ തിളപ്പിക്കലാണ്. അപ്പോൾ രാവിലെ ഒരു ചായ ഇടുകയാണ്. ഈ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ജോലികൾ ചെയ്തതെന്ന് തോന്നിപ്പോകും. അത്രയും ഇഷ്ടമാണ് രാവിലെ ചായ കുടിച്ച് കുറച്ച് നേരം വെറുതെ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ രാവിലെ ആദ്യം ചായ അല്ലട്ടാ കുടിക്കുന്നത്. എന്തായാലും എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം 1-2 ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കും. പിന്നെ ഈ പനിയുടെ ഇടയിലാണ് ചായ ഇടുന്നതും കുടിച്ച് കുറച്ച് സമയം ഇരിക്കുന്നതും. അങ്ങനെ ചായ കുടിച്ച് വന്നു. അപ്പോൾ അതിന് ശേഷം ചോറ് കുക്കറിലാണ് വെക്കുന്നത്, മട്ടേരി. അപ്പോൾ അത് കുക്കറിലിട്ട് പിന്നെ അടുത്ത പരിപാടി നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയാക്കലാണ്. അപ്പോൾ അതും അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ സാമ്പാറിന് ആ പരിപ്പ് വേവിച്ചിട്ട് കുക്കറിൽ അതിൻ്റെ ബാക്കി കഷ്ണങ്ങളും കൂടെയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ താളിച്ചിടലാണ്. താളിച്ചിടാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പില പിന്നെ ചെറിയ ഉള്ളി ഇതൊക്കെ എല്ലാം മൂത്ത് വരുമ്പോൾ കുറച്ച് സാമ്പാർ പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി മൂപ്പിച്ച് ആ സാമ്പാറിലേക്ക് ഒഴിക്കും. അങ്ങനെ സാമ്പാർ റെഡിയായി. പാത്രങ്ങളൊക്കെ ഒഴിയുന്നതനുസരിച്ചിട്ട് അപ്പം തന്നെ കഴുകി വെക്കൂട്ടോ. അല്ലെങ്കിൽ ഈ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഈ പാത്രം കൂട്ടിയിട്ട് അത് പിന്നെ ഒരു വലിയൊരു ഭാരമായിരിക്കുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ പകർത്തി വെക്കണേണ്. സാമ്പാർ ഒരു പാത്രത്തിലേക്ക് പകർത്തി വെച്ച്, അതുപോലെ ക്യാബേജ് പകർത്തി വെച്ച്, ഇഡ്ഡലി നേരത്തെ മാറ്റി വെച്ച്, പിന്നെ ചോറൊന്നും അത് ഇരിക്കണേണ്. വെള്ളം തിളപ്പിച്ച് ആവി പോകുമ്പോൾ വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് വാർക്കും. പിന്നെ അത്യാവശ്യ പണികളെല്ലാം ഏകദേശം കഴിഞ്ഞ് ചെടികൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാനുണ്ടാവും. രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് അതും. അപ്പോൾ ഇത്രയൊക്കെയാണ് രാവിലത്തെ പ്രധാന ജോലികൾ. ഇപ്പം തന്നെ എങ്ങനെ